ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസ് ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റാണ് നമ്മുടെ ജ്യൂസിൻ്റെ ആ ഒരു കളറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ട് വരാം. ക്യാരറ്റ് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വേവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ 1-2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ അതാ ഞാനിവിടെ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിനകത്തോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേവിച്ച് വെച്ച് തണുപ്പൊക്കെ ചൂടൊക്കെ ആറിയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണം എന്നതിനനുസരിച്ച് ചേർക്കുക. ഞാൻ 5 ഐസ് ക്യൂബ്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിത് തിളപ്പിച്ച് ആറ്റി ചൂടാറിയ പാല് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഫ്രീസറിനകത്ത് വെച്ച് ഇച്ചിരി കട്ടിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും പിന്നെ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ഇത് ഒരു ഏലക്കയുടെ ഉള്ളിലുള്ള കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക മസ്റ്റായിട്ടും ചേർക്കണം, അതാണ് സത്യത്തിൽ ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. മധുരം ഒത്തിരി വേണ്ട എന്നുള്ളവർക്ക് ആ പഞ്ചസാരയുടെ അളവോ അല്ലെങ്കിൽ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും നല്ല സ്വാദാണ്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം എന്താ ചേർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തെന്നാലും ഈ ഒരു രുചി കിട്ടും. അപ്പോൾ അതാ നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിനയില മേലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ അല്പം നട്ട്സൊക്കെ ഒന്ന് വിതറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ കൊടുക്കാം. അതുപോലെ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് കസ്കസ് ഉണ്ടല്ലോ, കറുത്ത കസ്കസ്, അതാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ കലിയിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും കൂടിയാണത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.